നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ ദിലീപ് കുറ്റവിമുക്തനായെങ്കിലും ദിലീപിനെതിരെയുള്ള പ്രതിഷേധമൊന്നും അടങ്ങുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു KSRTC ബസ്സിനുള്ളിൽ ഒരു യാത്രക്കാരി ദിലീപിന്റെ സിനിമ പ്രദർശിപ്പിച്ചതിനെതിരെ പ്രതിഷേധമുയർത്തിയിരുന്നു. മാത്രമല്ല മറ്റൊരു സംഭവം കൂടി അരങ്ങേറിയിരിക്കുകയാണ്. വിശദമായി നോക്കാം. എറണാകുളം ശിവക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ കൂപ്പൺ വിതരണ ഉദ്ഘാടനത്തിൽ നിന്ന് നടൻ ദിലീപിനെ ഒഴിവാക്കി. ഉദ്ഘാടനത്തിന് ദിലീപിനെ ക്ഷണിച്ചതിൽ വലിയ പ്രതിഷേധമുണ്ടായി. ഇതേ തുടർന്നാണ് ക്ഷേത്ര ഭരണസമിതി ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. ദിലീപിനെ ഒഴിവാക്കുക എന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. ജനുവരി 23-നാണ് എറണാകുളം ശിവക്ഷേത്രത്തിലെ ഉത്സവം തുടങ്ങുന്നത്. ഇതിനോടനുബന്ധിച്ചുള്ള കൂപ്പൺ ഉദ്ഘാടന ചടങ്ങിലാണ് ദിലീപിനെ ക്ഷണിച്ചത്. ചൊവ്വാഴ്ച വൈകുന്നേരം 6:30-ക്കായിരുന്നു ഈ ഉദ്ഘാടന ചടങ്ങുകൾ നടത്താൻ തീരുമാനിച്ചിരുന്നത്. ആദ്യ കൂപ്പൺ ഏറ്റുവാങ്ങാനായി നടൻ ദിലീപിനെ തീരുമാനിക്കുകയായിരുന്നു. ഇത് സംബന്ധിച്ച നോട്ടീസും പോസ്റ്ററുകളും അടക്കം അച്ചടിച്ചു പുറത്തിറക്കിയിരുന്നു. പക്ഷേ ദിലീപിനെ ഉദ്ഘാടനത്തിന് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം സമിതിക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇതേ തുടർന്നാണ് ആ ഒരു തീരുമാനത്തിൽ നിന്ന് ക്ഷേത്ര ഭാരവാഹികൾ പിൻവാങ്ങിയത്. കൊച്ചിൻ ദേവസ്വം ബോർഡിലും അതൃപ്തി ഉണ്ടായി. അവരും ഈ അതൃപ്തി രേഖപ്പെടുത്തുകയുണ്ടായി. തുടർന്ന് കൂപ്പൺ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് ദിലീപിനെ മാറ്റി. മാത്രമല്ല കഴിഞ്ഞ ദിവസം KSRTC ബസ്സിൽ നടൻ ദിലീപിന്റെ സിനിമ പ്രദർശിപ്പിച്ചതിന് തർക്കമുണ്ടായി. ഒരു യാത്രക്കാരി പ്രതിഷേധം അറിയിച്ചതോടെ ബസ്സിലെ മറ്റ് യാത്രക്കാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകുകയും വാക്ക് തർക്കത്തിലാണ് ആ ഒരു കാര്യം അവസാനിച്ചത്. തിരുവനന്തപുരം തൊട്ടിൽപ്പാലം സൂപ്പർഫാസ്റ്റ് ബസ്സിലായിരുന്നു സംഭവം. വഴക്ക് രൂക്ഷമായതോടെ കണ്ടക്ടർ സിനിമ നിർത്തിവയ്ക്കുകയും ചെയ്തു. ദിലീപ് നായകനായ പറക്കും തളിക സിനിമയുടെ പ്രദർശനമാണ് തർക്കത്തിലേക്ക് നയിച്ചത്. പത്തനംതിട്ട സ്വദേശിയായ ലക്ഷ്മി R. ശേഖർ എന്ന യുവതിയാണ് സിനിമ പ്രദർശിപ്പിക്കുന്നതിനെതിരെ ശബ്ദമുയർത്തി ആദ്യം രംഗത്ത് വന്നത്. തൊട്ടു പിന്നാലെ മറ്റ് യാത്രക്കാരും ലക്ഷ്മിയെ പിന്തുണച്ചു. ഇതോടെ കണ്ടക്ടർ സിനിമയുടെ പ്രദർശനം നിർത്തിവെച്ചു. KSRTC ബസ്സിൽ യാത്രക്കാർക്ക് താല്പര്യമില്ലാത്ത സിനിമകൾ നിർബന്ധിച്ച് കാണിപ്പിക്കരുതെന്നും യുവതി വ്യക്തമാക്കി. തന്റെ അഭിപ്രായം അറിയിച്ചതിന് ഭൂരിഭാഗം യാത്രക്കാരും അനുകൂലമായി പ്രതികരിച്ചുവെന്നാണ് യുവതി പിന്നീട് പ്രതികരിച്ചത്. എന്നാൽ സിനിമ നിർത്തിവെച്ചതിനെതിരെ നടനെ അനുകൂലിച്ചും ചില യാത്രക്കാർ രംഗത്തെത്തിയിട്ടുണ്ട്. കോടതി വിധി വന്ന വിഷയത്തിൽ സംസാരിക്കുന്നത് എന്തിന് എന്ന ചോദ്യമാണ് ചിലർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിന് മറുപടിയായി ഞങ്ങൾ സ്ത്രീകൾക്ക് ഈ സിനിമ കാണാൻ താല്പര്യമില്ല എന്നായിരുന്നു ചോദ്യം ഉന്നയിച്ചവരോടുള്ള യുവതിയുടെ മറുപടി. കോടതി വിധികൾ പലതും വന്നിട്ടുണ്ട്, പക്ഷെ ദിലീപിന്റെ സിനിമ ഈ ബസ്സിൽ കാണാൻ പറ്റില്ല എന്ന് യുവതി ഉറച്ചു പറഞ്ഞു. മറ്റു ചില സ്ത്രീകളും യുവതിയെ അനുകൂലിച്ച് രംഗത്തു വന്നു. പത്തനംതിട്ട സ്വദേശിയായ ലക്ഷ്മി R. ശേഖർ എന്ന യുവതിയാണ് ആദ്യം പ്രതിഷേധം അറിയിച്ചത്. തുടർന്ന് മറ്റ് യാത്രക്കാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും വാക്ക് തർക്കത്തിൽ ഇത് കലാശിക്കുകയുമായിരുന്നു. മറ്റ് യാത്രക്കാർ ലക്ഷ്മിയെ പിന്തുണച്ചതോടെ കണ്ടക്ടർ സിനിമ നിർത്തിവയ്ക്കുകയായിരുന്നു. യാത്രക്കാർക്ക് താല്പര്യമില്ലാത്ത സിനിമകൾ KSRTC ബസ്സിൽ നിർബന്ധിച്ച് കാണിപ്പിക്കരുതെന്നും യുവതി വ്യക്തമാക്കി. ഭൂരിഭാഗം യാത്രക്കാരും തന്റെ അഭിപ്രായത്തോടൊപ്പമാണ് നിന്നതെന്നും യുവതിയുടെ പ്രതികരണം. അതിജീവിതയോടും ഒപ്പം നിൽക്കുമ്പോൾ ദിലീപിന്റെ സിനിമ കാണാനാവില്ല എന്നതാണ് തന്റെ നിലപാടെന്നായിരുന്നു യാത്രക്കാരി പ്രതികരിച്ചത്. പക്ഷേ സിനിമ നിർത്തിവച്ചതിനെതിരെ രണ്ട് തട്ടിലാണ് യാത്രക്കാർ ആയിരുന്നത് എന്നതും ഏറ്റവും ശ്രദ്ധേയം. അതേസമയം നടി ആക്രമിച്ച സംഭവത്തിന് തൊട്ടു മുമ്പ് പ്രധാന പ്രതിയായ പൾസർ സുനി ശ്രീലക്ഷ്മി എന്നു പേരുള്ള യുവതിയുമായി ഫോണിൽ സംസാരിച്ചുവെന്നും ഈ സ്ത്രീക്ക് ഈ ഒരു സംഭവങ്ങളെ പറ്റി അറിയാമായിരുന്നോ എന്നതിന് പോലും പ്രോസിക്യൂഷന് കൃത്യമായ വിശദീകരണമില്ല എന്നും കോടതി വ്യക്തമാക്കി. ഈ സ്ത്രീയെ എന്തുകൊണ്ട് സാക്ഷിയാക്കിയില്ല എന്ന ചോദ്യം കോടതി ഉന്നയിച്ചു. നടി ആക്രമിച്ച കേസിൽ പ്രോസിക്യൂഷന്റെ വീഴ്ചകൾ എണ്ണി പറയുന്നതിനിടെയാണ് നിർണായകമായ ചോദ്യങ്ങൾ കോടതി ഉന്നയിച്ചത്. ദിലീപ് അടക്കമുള്ള പ്രതികൾക്കെതിരായ ആരോപണങ്ങൾക്കും അപ്പുറത്ത് വിശ്വാസയോഗ്യ തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞില്ലെന്നാണ് വിമർശനം. നടിയെ ആക്രമിച്ച കേസിൽ 6 പ്രതികളെ ശിക്ഷിക്കുകയും നടൻ ദിലീപ് അടക്കം 4 പേരെ വെറുതെ വിടുകയും ചെയ്ത വിധിന്യായത്തിലാണ് കോടതി പ്രോസിക്യൂഷൻ വീഴ്ചകൾ എണ്ണി വിശദീകരിച്ചത്. കൊട്ടേഷൻ കൊടുത്ത മാഡം എന്നൊരാൾ ഉണ്ടോ എന്ന് പോലും കോടതി മുറിയിൽ കൃത്യമായ ഉത്തരം നൽകാനായില്ല. സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ മൊഴി വിശ്വാസയോഗ്യമല്ല എന്ന് തന്നെയാണ് വിധിന്യായത്തിലുള്ളത്. സ്ത്രീ കൊട്ടേഷൻ എന്നാണ് കൃത്യം നടക്കുമ്പോൾ 1-ാം പ്രതി പൾസർ സുനി നടിയോട് പറഞ്ഞത്. ഇങ്ങനെ ഒരു സ്ത്രീ ഉണ്ടോ, ഇല്ലെങ്കിൽ എന്തുകൊണ്ട് തുടങ്ങിയ കാര്യങ്ങളിൽ കൃത്യമായ മറുപടി നൽകാൻ പ്രോസിക്യൂഷൻ ആയില്ല എന്നും കോടതി വ്യക്തമാക്കി. ദിലീപും പൾസർ സുനിയും വളരെ രഹസ്യമായിട്ടാണ് കൊട്ടേഷൻ ഗൂഢാലോചന നടത്തിയതെന്നാണ് പ്രോസിക്യൂഷൻ വാദം. തങ്ങൾ തമ്മിലുള്ള ബന്ധം പുറത്തറിയാതിരിക്കാൻ ഇരുവരും ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ പൾസർ സുനിയുടെ തോളിൽ കൈയിട്ട് നിൽക്കുന്ന ദിലീപിനെ ആലുവയിലെ വീട്ടിൽ വെച്ച് കണ്ടു എന്നായിരുന്നു ബാലചന്ദ്രകുമാറിന്റെ മൊഴി. അവിടെ നിന്ന് പണവും വാങ്ങിപ്പോകുന്ന പൾസർ സുനിയെ കണ്ടെന്നായിരുന്നു മൊഴിയിലുണ്ടായിരുന്നത്. ഇരുവരും തമ്മിലുള്ള ബന്ധം പരമരഹസ്യമായിരുന്നു എന്ന് ആരോപിക്കുന്ന പ്രോസിക്യൂഷൻ തന്നെയാണ്
ദിലീപിന്റെ വീട്ടിൽ വെച്ച് പൾസർ സുനിയെ കണ്ടെത്തുന്ന ബാലചന്ദ്രകുമാറിന്റെ മൊഴിയും അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതെങ്ങനെ ചേരും, ഇതെങ്ങനെ ശരിയാകും, ഇതെങ്ങനെ ഒത്തുപോകും? ഈ ചോദ്യവും കോടതി മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. നടിയെ ആക്രമിച്ച് പകർത്തിയ ദൃശ്യങ്ങളും മൊബൈലും ഫോണും സൂക്ഷിക്കാൻ ദിലീപും കാവ്യ മാധവനും ചേർന്ന് ബാങ്ക് ലോക്കർ എടുത്തുന്ന പ്രോസിക്യൂഷൻ ആരോപണം ഉണ്ടായിരുന്നു. ആ ആരോപണത്തെയും കോടതി തള്ളി. വെറുമൊരു ആരോപണത്തിനപ്പുറത്ത് തെളിവില്ല, അതായിരുന്നു കോടതിയുടെ കണ്ടെത്തൽ. പക്ഷേ പൾസർ സുനി പറഞ്ഞ മാഡത്തെ പറ്റി അന്വേഷിച്ചതാണെന്നും അതിൽ യാതൊരു വസ്തുതയും ഇല്ല എന്നും ബോധ്യപ്പെട്ടെന്നുമാണ് പ്രോസിക്യൂഷൻ നിലപാട് സ്വീകരിച്ചത്. വിചാരണ കോടതി എത്തിച്ചേർന്ന കണ്ടെത്തലുകൾ ശരിയല്ലെന്ന് ഹൈക്കോടതിയിലെ അപ്പീലിൽ കൃത്യമായി ധരിപ്പിക്കുമെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. അതേസമയം കഴിഞ്ഞ ദിവസം അതിജീവിത ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായ പ്രതികരണവുമായി രംഗത്ത് വന്നിരുന്നു. അതായത് ഈ കോടതിയിൽ തനിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു എന്നതടക്കമുള്ള ഒരു പ്രതികരണമാണ് അതിജീവിതയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതിജീവിതയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലേക്ക് 8 വർഷം 9 മാസം 23 ദിവസങ്ങൾ, ഏറ്റവും വേദനാജനകമായ ഈ യാത്രയുടെ അവസാനം എന്നോണം വെളിച്ചത്തിന്റെ നേരിയ ഒരു കണിക ഞാൻ കാണുന്നു. പ്രതികളിൽ 6 പേർ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. എന്റെ വേദനകളെ നുണയെന്നും ഈ കേസ് കെട്ടിച്ചമച്ച കഥയെന്നും പരിഹസിച്ചവർക്കായി ഞാൻ ഈ വിധിയെ സമർപ്പിക്കുന്നു. നിങ്ങൾക്കിപ്പോൾ അല്പം ആശ്വാസം കിട്ടുന്നുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. അതുപോലെ 1-ാം പ്രതി എന്റെ പേഴ്സണൽ ഡ്രൈവർ ആയിരുന്നുവെന്ന് ഇപ്പോഴും പറയുന്നവരോട് അത് ശുദ്ധമായ നുണയാണ്. അയാൾ എന്റെ ഡ്രൈവറോ എന്റെ ജീവനക്കാരനോ എനിക്ക് ഏതെങ്കിലും രീതിയിൽ പരിചയമുള്ള വ്യക്തിയോ അല്ല. 2014 ഞാൻ വർക്ക് ചെയ്ത ഒരു സിനിമയ്ക്ക് വേണ്ടി പ്രൊഡക്ഷനിൽ നിന്ന് നിയോഗിക്കപ്പെട്ട ഒരാൾ മാത്രമാണ് അയാൾ. ഈ ക്രൈം നടക്കുന്നതിന് മുൻപ് 1-2 തവണ മാത്രമാണ് ഞാൻ അയാളെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ദയവായി നിങ്ങൾ നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് കഥകൾ പറയുന്നത് നിർത്തുമെന്ന് കരുതുന്നു. ഈ വിധി പലരെയും ഒരുപക്ഷെ നിരാശപ്പെടുത്തിയിരിക്കാം. എന്നാൽ എനിക്കിതിൽ അത്ഭുതമില്ല. 2020 അവസാനം തന്നെ ചില അന്യായമായ നീക്കങ്ങൾ എനിക്ക് ബോധ്യപ്പെട്ടിരുന്നു. കുറ്റാരോപിതരിൽ ഒരാളുടെ കാര്യത്തിലേക്ക് അടുക്കുമ്പോൾ മാത്രം കേസ് അതുവരെ കൈകാര്യം ചെയ്തുവെന്ന രീതിയിൽ നിന്ന് മാറ്റം സംഭവിക്കുന്നു എന്നത് പ്രോസിക്യൂഷന് മനസ്സിലായിരുന്നു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി എനിക്ക് ഈ കോടതിയിൽ തീർത്തും വിശ്വാസമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പലതവണ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ഈ പ്രസ്തുത ജഡ്ജിൽ നിന്നും ഈ കേസ് മാറ്റണമെന്നുള്ള എൻ്റെ എല്ലാ ഹർജികളും പക്ഷെ നിഷേധിക്കുകയായിരുന്നു. അതിന്റെ വിശദാംശങ്ങൾ ഇതിന്റെ അവസാനം ചേർക്കുന്നുണ്ട്. നിരന്തരമായ വേദനകൾക്കും കണ്ണീരിനും കടുത്ത മാനസിക സംഘർഷങ്ങൾക്കും ഒടുവിൽ ഞാനിപ്പോൾ തിരിച്ചറിയുന്നു, നിയമത്തിന്റെ മുൻപിൽ ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരും തുല്യരല്ല. തിരിച്ചറിവ് നൽകിയതിന് നന്ദി. ഉയർന്ന നീതിബോധമുള്ള ന്യായാധിപന്മാർ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഈ യാത്രയിൽ അത്രയും കൂടെ നിന്ന മനുഷ്യത്വമുള്ള സകല മനുഷ്യരെയും ഞാൻ നന്ദിയോടെ ചേർത്ത് പിടിക്കുന്നു. അതുപോലെ അധിക്ഷേപകരമായ കമന്റുകളും പണം വാങ്ങിയുള്ള നുണക്കഥകളും ഉപയോഗിച്ച് എന്നെ ആക്രമിക്കുന്നവരോട് നിങ്ങൾ അത് തുടരുക. അതിനാണ് നിങ്ങൾ പണം വാങ്ങിയിരിക്കുന്നത്. ഈ ട്രയൽ കോടതിയിൽ എന്തുകൊണ്ട് വിശ്വാസം നഷ്ടപ്പെട്ടു എന്നത് അക്കമിട്ട് നിരത്തുന്നുണ്ട് അതിജീവിത. അതും കൂടി നമുക്കൊന്ന് നോക്കാം. ഈ കേസിൽ തൻ്റെ എന്തുകൊണ്ട് വിശ്വാസം നഷ്ടപ്പെട്ടു? ഈ കേസിൽ തൻ്റെ അടിസ്ഥാന അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടില്ല. ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായ മെമ്മറി കാർഡ് കോടതി കസ്റ്റഡിയിൽ ഉണ്ടായിരിക്കെ 3 തവണ അനധികൃതമായി തുറന്നുവെന്നും പരിശോധിച്ചുവെന്നും കണ്ടെത്തി. ഈ കേസിൽ ആദ്യമെത്തിയ 2 പബ്ലിക് പ്രോസിക്യൂട്ടർമാർ കോടതിയിലെ അന്തരീക്ഷം പ്രോസിക്യൂഷനോട് ശത്രുതാപരമായി പെരുമാറുന്നതായി വ്യക്തമാക്കിക്കൊണ്ട് രാജിവെച്ചു. അവർ ഇരുവരും എന്നോട് വ്യക്തിപരമായി പറഞ്ഞത് ഈ കോടതിയിൽ നിന്ന് നീതി പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ്. അവർക്ക് ഈ കോടതിയിൽ പക്ഷപാതമുണ്ടെന്ന തോന്നൽ ഉറപ്പായതിനാലാണത്. മെമ്മറി കാർഡ് അനധികൃതമായി കൈകാര്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് പലതവണ ആവശ്യപ്പെട്ടു. എന്നാൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും നൽകിയിരുന്നില്ല. പിന്നീട് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം മാത്രമാണ് നൽകപ്പെട്ടത്. ഞാനൊരു ന്യായമായ വിചാരണയ്ക്കായി ജഡ്ജിനെ മാറ്റണമെന്ന ഹർജിയുമായി ഫൈറ്റ് ചെയ്യുമ്പോൾ പ്രതിഭാഗം ഇതേ ജഡ്ജി തന്നെ ഈ കേസ് തുടർന്നും പരിഗണിക്കണമെന്ന ആവശ്യവുമായി ഹർജിയിൽ കക്ഷി ചേർന്നു. ഇതെന്റെ സംശയങ്ങൾക്ക് ബലം നൽകുന്നതായിരുന്നു. എന്റെ ആശങ്കകളും അനുഭവങ്ങളും അറിയിച്ച് ബഹുമാനപ്പെട്ട രാഷ്ട്രപതിക്കും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്കും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനും എനിക്ക് കത്തുകൾ അയക്കേണ്ടതായി വന്നിട്ടുണ്ട്. ഈ കേസിന്റെ നടപടികൾ ഓപ്പൺ കോടതിയിൽ പൊതുജനങ്ങളും മാധ്യമങ്ങളും നേരിട്ട് കാണാൻ കഴിയുന്ന രീതിയിൽ നടത്തണമെന്ന് ഞാൻ ഈ കോടതിയോട് ആവശ്യപ്പെട്ടു. എന്നാൽ ആ അപേക്ഷയും തീർത്ത് നിഷേധിക്കപ്പെടുകയായിരുന്നു. So many people have inspired me to be nothing like them. Thank you for all the lessons എന്ന് പറഞ്ഞാണ് അതിജീവിത തൻ്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത്. തനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ അക്കമിട്ട് നിരത്തിയിരിക്കുകയാണ്. നീതി നിഷേധിക്കപ്പെട്ടു, താനിത് പ്രതീക്ഷിച്ചതാണ്, ഇതിലപ്പുറം ഒരു വിധി താൻ പ്രതീക്ഷിച്ചില്ല എന്നതടക്കമുള്ള പ്രതികരണമാണ് നടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. വളരെ വേദനാജനകമായ ഒരു പ്രതികരണം തന്നെയാണ് നടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്.